ഹലോ ഗെയ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ എങ്ങനെ പോകുന്നു? ഞാനിന്ന് ഡ്രൈവ് ചെയ്തിട്ടിരുന്നപ്പോഴത്തേക്കും നല്ല ഹെവി മഴയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. ഇന്ന് എറണാകുളത്തായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ. ഇന്ന് നല്ല ഹെവി മഴയും നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. എല്ലായിടത്തും നല്ല തിരക്കും ആയിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിർത്താണ്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. എല്ലായിടത്തും മഴയൊക്കെയാണ്. അപ്പോൾ ആ മഴയുടെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതി ചെയ്തതാണ്. വണ്ടിയൊക്കെ നല്ല സ്പീഡിൽ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് മഴക്കോട്ടും കുടയൊക്കെ പിടിച്ച് റോഡിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. മഴ നല്ല ഹെവി ആയിട്ട് പെയ്യുകയും ചെയ്യുന്നുണ്ട്. കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ വെള്ളം വന്ന് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ നല്ല ചീറിപ്പാഞ്ഞ് തകർത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുക. മഴയൊക്കെ കാണുമ്പോഴത്തേക്കും വീട്ടിൽ ഒരു കട്ടൻ ചായയും ജോൺസൺ മാഷിൻ്റെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ മഴ ചില സ്ഥലങ്ങളിൽ നല്ലപോലെ പെയ്യുന്നുണ്ട്. ചില ഏരിയയിൽ വരുമ്പോഴത്തേക്കും മഴ കുറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആകാശമൊക്കെ ഇരുണ്ട് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഇന്ന് മൊത്തം മഴയാണെന്നാണ് തോന്നുന്നത്. ബ്ലോക്ക് കുറവാണ്, പക്ഷേ കുറച്ചുകൂടി കഴിയാൻ നേരത്ത് ഒട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നല്ല തിരക്കായിരിക്കും. മഴ കൂടി പെയ്യാൻ നേരത്ത് എറണാകുളം ഫുള്ള് ബ്ലോക്കായിരിക്കും. ഇപ്പം ഞാൻ MG റോഡ് സൈഡിലാണ്. വിവരം ഭാഗത്ത് നേരെ പള്ളിമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് കുറുകെട്ട് റോഡ് ക്രോസ് ചെയ്യുകയാണ് വണ്ടികളൊക്കെ. ബസ്സുകാരൊക്കെ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുക. അവന്മാർ വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് തന്നെ അവന്മാർ എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ വരും ഭാഗത്ത് എത്തി. ഇനി കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ പള്ളിമുക്ക് ഭാഗത്തേക്കാവും. മഴയൊക്കെയാണ്, എല്ലാവരും സൂക്ഷിച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ അതുകൂടാണ്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോഴത്തേക്കും എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം.